ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു കൊമേഴ്സ് ട്യൂട്ടോറിയൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന ചാപ്റ്ററിലെ 7th പാർട്ടാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് ആൻഡ് മെത്തേഡ്സ് ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഇൻ ദ കേസ് ഓഫ് എസ്റ്റാബ്ലിഷ്ഡ് പ്രോഡക്ട്സ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ മെത്തേഡ്സ് ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഇൻ ദ കേസ് ഓഫ് ന്യൂ പ്രോഡക്ട്സ്. ന്യൂ പ്രൊഡക്ട്സിൻ്റെ കേസിൽ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഏതൊക്കെ രീതിയിൽ നമുക്ക് മെഷർ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. പിന്നെ പറയാനുള്ളത് യൂട്ടിലിറ്റി എന്താണ്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് യൂട്ടിലിറ്റി, ദെൻ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്നുള്ള ടോപ്പിക്സാണ് നമ്മൾ ഇന്ന് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, മെത്തേഡ്സ് ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഫോർ ദി ന്യൂ പ്രോഡക്ട്സ്. ന്യൂ പ്രോഡക്റ്റിൻ്റെ കേസുകളിൽ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഏതൊക്കെ രീതിയിൽ നമുക്ക് മെഷർ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ ഫസ്റ്റ് അപ്രോച്ചസ് എന്ന് പറയുന്നത് എന്താണ്? ഇവല്യൂഷണറി അപ്രോച്ചസ്. ഇവല്യൂഷണറി അപ്രോച്ചസ് എന്ന് പറഞ്ഞാൽ ദിസ് മെത്തേഡ് ഈസ് ബേസ്ഡ് ഓൺ ദി അസംഷൻ ദാറ്റ് ദി ന്യൂ പ്രോഡക്റ്റ് ഈസ് ദ ഇംപ്രൂവ്മെൻറ്റ് ആൻഡ് ഇവല്യൂഷൻ ഓഫ് ദി ഓൾഡ് പ്രോഡക്റ്റ്. Accordingly, the demand is forecasted on the basis of the demand of the old product. ഇവിടെ ഇവല്യൂഷണറി അപ്രോച്ചസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ന്യൂ പ്രോഡക്റ്റ് ഓൾഡ് പ്രോഡക്റ്റിൻ്റെ ഇംപ്രൂവ്മെൻറ്റിനും ഇവല്യൂഷനെയും അതിൻ്റെ ഒരു അസംഷനെ അതിനടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ഒരു അപ്രോച്ചസ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ദെൻ ഈ ഇവല്യൂഷണറി അപ്രോച്ചസ് അനുസരിച്ച് ഓൾഡ് പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് നിർവചിക്കുന്നത്. നെക്സ്റ്റ് അപ്രോച്ചസ് ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് അപ്രോച്ചസ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറഞ്ഞ പോലെ തന്നെ, അതേപോലെ തന്നെയാണ് ഈ സബ്സ്റ്റിറ്റ്യൂട്ട് അപ്രോച്ചസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹിയർ ദ ന്യൂ പ്രോഡക്റ്റ് ഈസ് ട്രീറ്റഡ് ആസ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഓഫ് എൻ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ്. ഫോർ എക്സാമ്പിൾ, polythene bags for cloth bags. Thus, the demand for a new product is analyzed as a substitute for some existing goods or services. സബ്സ്റ്റിറ്റ്യൂട്ട് അപ്രോച്ചസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ന്യൂ പ്രോഡക്റ്റ്, ആ ന്യൂ പ്രോഡക്റ്റ് എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റിന് പകരമായിട്ട് കണക്കാക്കുന്ന ഒന്നാണ് സബ്സ്റ്റിറ്റ്യൂട്ട് അപ്രോച്ചസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ക്ലോത്ത് ബാഗ്സ് അങ്ങനത്തെ ഉള്ള ഐറ്റംസുകൾ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ട് അഥവാ നിലവിലുള്ള ചില ഗുഡ്സുകൾക്കോ സർവീസുകൾക്കോ പകരമായിട്ട് ഒരു ന്യൂ പ്രൊഡക്റ്റിനായിട്ടുള്ള ഡിമാൻഡ് അനലൈസ് ചെയ്യുന്ന അപ്രോച്ചസ് ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് അപ്രോച്ചസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഗ്രോത്ത് കർവ് അപ്രോച്ചസ്. എന്താണ് ഗ്രോത്ത് കർവ് അപ്രോച്ചസ്? Under this method, the growth rate of demand of new product is estimated on the basis of the growth rate of demand of an existing product. ഇവിടെ ഗ്രോത്ത് കർവ് അപ്രോച്ചസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അഥവാ നിലവിലുള്ള ഒരു പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് ഗ്രോത്ത് റേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ന്യൂ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് ഗ്രോത്ത് റേറ്റ് കണക്കാക്കുന്ന അഥവാ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു അപ്രോച്ചസ് ആണ് ഗ്രോത്ത് കർവ് അപ്രോച്ചസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് അപ്രോച്ചസ് എന്ന് പറയുന്നത് ഒപ്പീനിയൻ പോൾ അപ്രോച്ചസ്. അണ്ടർ ദിസ് മെത്തേഡ് ദ ഡിമാൻഡ് ഫോർ എ ന്യൂ പ്രോഡക്റ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ഓൺ ദി ബേസിസ് ഓഫ് ഇൻഫർമേഷൻ കളക്റ്റഡ് ഫ്രം ദി ഡയറക്റ്റ് ഇൻ്റർവ്യൂ വിത്ത് കൺസ്യൂമേഴ്സ്. ഈ അപ്രോച്ചസിൽ മെയിനായിട്ട് പറയുന്നത് കൺസ്യൂമേഴ്സുമായിട്ടുള്ള നേരിട്ടുള്ള അഥവാ ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻ്റർവ്യൂസുകളിൽ നിന്ന് കളക്ട് ചെയ്ത ഇൻഫർമേഷൻസുകളുടെ അടിസ്ഥാനത്തിലാണ് ഒരു ന്യൂ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് അപ്രോച്ചസ് വികാരിയസ് അപ്രോച്ചസ്. ദിസ് മെത്തേഡ് കൺസിസ്റ്റ് ഓഫ് സർവേയിങ് കൺസ്യൂമേഴ്സ് റിയാക്ഷൻ ത്രൂ ദി സ്പെഷ്യലൈസ്ഡ് ഡീലേഴ്സ് who are in touch with the consumers. The dealers are able to know as to how the consumers will accept the new product. വികാരിയസ് അപ്രോച്ചസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഇവിടെ പറയുന്നത്? കൺസ്യൂമേഴ്സുമായിട്ട് സമ്പർക്കം പുലർത്തുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീലർമാർ മുഖേന കൺസ്യൂമേഴ്സുകളുടെ റെസ്പോൺസസ് എസ്റ്റിമേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ വികാരിയസ് അപ്രോച്ചസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു മെത്തേഡിൽ ഇൻവോൾവ് ചെയ്യുന്നത് കൺസ്യൂമേഴ്സുകളുടെ ന്യൂ പ്രോഡക്റ്റ് എങ്ങനെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം എന്നത് ഡീലർമാർക്ക് വിശകലനം ചെയ്തു കൊടുക്കുന്ന ഒരു
മെത്തേഡാണ് വികാരിയസ് അപ്രോച്ചസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള 5 മെത്തേഡാണ് മെയിനായിട്ട് നമുക്ക് ഈ ഒരു ന്യൂ പ്രോഡക്റ്റിൻ്റെ കേസിൽ നമ്മൾക്ക് ഡിസ്കസ് ചെയ്യുന്നത്. 5 മെത്തേഡല്ല, ഒരു അപ്രോച്ചസും കൂടിയുണ്ട്. സെയിൽസ് എക്സ്പീരിയൻസ് അപ്രോച്ചസ്, ടോട്ടൽ 6 മെത്തേഡ്സ് ആണ്. എന്താണ് സെയിൽസ് എക്സ്പീരിയൻസ് അപ്രോച്ചസ് എന്ന് പറയുകയാണെങ്കിൽ, അണ്ടർ ദിസ് മെത്തേഡ് ദ ന്യൂ പ്രോഡക്റ്റ് ഈസ് ഓഫേർഡ് ഫോർ സെയിൽസ് in a sample market, that is by direct mail or through multiple shop or departmental shop. From this the total demand is estimated for the whole market. സെയിൽസ് എക്സ്പീരിയൻസ് അപ്രോച്ചസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു മെത്തേഡ് പ്രകാരം ന്യൂ പ്രോഡക്റ്റിൻ്റെ ഒരു സാമ്പിൾ മാർക്കറ്റിൽ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വാഗ്ദാനം ചെയ്യുകയും, അതായത് ഡയറക്റ്റ് മെയിൽ വഴിയോ ഒന്നിലധികം ഷോപ്പ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഷോപ്പ് വഴിയോ ഇതിൽ നിന്ന് നമുക്ക് ടോട്ടൽ ഡിമാൻഡ് മാർക്കറ്റിനായിട്ട് എസ്റ്റിമേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ സെയിൽസ് എക്സ്പീരിയൻസ് മെത്തേഡ് എന്ന് പറയുകയാണെങ്കിൽ എന്താണ്, ഈ ഒരു മെത്തേഡ് പ്രകാരം ന്യൂ പ്രൊഡക്റ്റിൻ്റെ ഒരു സാമ്പിൾ മാർക്കറ്റിലേക്ക് സെയിൽ ചെയ്യാൻ വാഗ്ദാനം ചെയ്യുകയും, അതായത് ഡയറക്റ്റ് മെയിൽ വഴിയോ ഒന്നിലധികം ഷോപ്പിലേക്ക് അല്ലെങ്കിൽ ഒന്നിലധികം ഷോപ്പ്, അതുമല്ലെങ്കിൽ എന്താണ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഷോപ്പിൽ വഴിയോ ഈ പറയുന്ന സെയിൽസ് എക്സ്പീരിയൻസ് മെത്തേഡ് വഴി ടോട്ടൽ ഡിമാൻഡ് അത് മാർക്കറ്റിൽ എസ്റ്റിമേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് അപ്രോച്ചസ് എന്ന് പറയുന്നത്, സെയിൽസ് എക്സ്പീരിയൻസ് അപ്രോച്ചസ് എന്ന് പറയുന്നത്. ഇതിലൂടെ കൺസ്യൂമേഴ്സിന് അവരെ സെയിൽസ് എക്സ്പീരിയൻസ് എസ്റ്റിമേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് ടോപ്പിക്കാണ് യൂട്ടിലിറ്റി. എന്താണ് യൂട്ടിലിറ്റി? A consumer demand is goods to consume it. When he consumes that good, he satisfies his needs. The satisfaction derived by a consumer after consuming a good is called utility. Utility is generally defined as the capacity or power of a commodity to satisfy a human wants. ഈ യൂട്ടിലിറ്റി എന്നുള്ള ക്വസ്റ്റ്യൻ കഴിഞ്ഞ പ്രാവശ്യം വാട്ട് യു മീൻ ബൈ യൂട്ടിലിറ്റി എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. 2 മാർക്കിനാണ് ചോദിക്കുക. ഇത്ര മാത്രം എഴുതിയാൽ മതി. അഥവാ ഈ ഒരു സെൻറ്റൻസ്, യൂട്ടിലിറ്റി ഈസ് ജനറലി ഡിഫൈൻഡ് ആസ് ദ കപ്പാസിറ്റി ഓർ പവർ ഓഫ് എ കമ്മോഡിറ്റി ടു സാറ്റിസ്ഫൈ ഹ്യൂമൻ വാണ്ട്സ്. അത് മാത്രം എഴുതി വെച്ച് നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടും. അപ്പോൾ എന്താണ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്? ഇവിടെ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഒരു കൺസ്യൂമർ ഒരു ഗുഡ്സ് അത് ഉപയോഗിക്കാൻ ആവശ്യപ്പെടുകയും ആ ഗുഡ്സുകൾ അവൻ ഉപയോഗിക്കുമ്പോൾ അവൻ തൻ്റെ നീഡ്സ് അത് അക്കോംപ്ലിഷ് ചെയ്യുന്നുണ്ട്. ഇവിടെ എന്താ പറയുന്നത്, മെയിനായിട്ട് യൂട്ടിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഗുഡ്സ് ഒരു ഉപഭോക്താവിന് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആ ഉപഭോക്താവ് അഥവാ ആ കൺസ്യൂമർ നേടുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷനെയാണ് നമ്മൾ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ യൂട്ടിലിറ്റി എന്ന് പറയാൻ ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു ഗുഡ്സ് അത് ഡിറൈവ് ചെയ്തതിന് ശേഷം ഒരു കൺസ്യൂമർ നേടുന്ന സാറ്റിസ്ഫാക്ഷനെയാണ് നമ്മൾ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ജനറലി ഈസ് ഡിഫൈൻഡ് ആസ് ദ കപ്പാസിറ്റി ഓഫ് പവർ ഓഫ് എ കമ്മോഡിറ്റീസ് ടു സാറ്റിസ്ഫൈ എ ഹ്യൂമൻ വാണ്ട്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹ്യൂമൻ്റെ അഥവാ ഒരു മനുഷ്യൻ്റെ ആഗ്രഹം നിറവേറ്റുന്നതിനുള്ള ഒരു ഗുഡ്സിൻ്റെ ശേഷി അല്ലെങ്കിൽ പവർ, അതല്ലെങ്കിൽ അവരുടെ ഫോഴ്സ്, അതിനെയാണ് നമ്മൾ സാധാരണയായിട്ട് യൂട്ടിലിറ്റി ആയിട്ട് നിർവചിക്കപ്പെടുന്നത്. അപ്പോൾ യൂട്ടിലിറ്റി എന്ന് പറയുകയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ ഒരു ഗുഡ്സ് ഡിറൈവ് ചെയ്തിട്ട് ഒരു കൺസ്യൂമേഴ്സിന് ഡയറക്റ്റ് ആയിട്ട് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. മറ്റൊരു ടേമിൽ പറയുകയാണെങ്കിൽ ഒരു ഹ്യൂമൻ്റെ അഥവാ ഒരു മനുഷ്യൻ്റെ ആഗ്രഹം അക്കോംപ്ലിഷ് ചെയ്യുന്നതിനുള്ള ഒരു ഗുഡ്സിൻ്റെ പവർ അല്ലെങ്കിൽ ആ ഒരു ഫോഴ്സസ്, അതിനെയാണ് നമ്മൾ സാധാരണയായിട്ട് യൂട്ടിലിറ്റി എന്ന് മീൻ ചെയ്യുന്നത്. Next, there are 2 types of utility. First one, total utility and marginal utility. Total utility എന്ന് പറയുകയാണെങ്കിൽ it is the sum of the utility obtained from consuming all the unit of commodity. ടോട്ടൽ യൂട്ടിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഗുഡ്സിൻ്റെ എല്ലാ യൂണിറ്റുകളും ഉപയോഗിക്കുന്നതിൽ നിന്ന് ലഭിച്ച യൂട്ടിലിറ്റികളുടെ ആകെ തുക അല്ലെങ്കിൽ ടോട്ടൽ എമൗണ്ടിനെയാണ് നമ്മൾ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, മാർജിനൽ യൂട്ടിലിറ്റി.
Marginal utility is a very important concept in utility theory. Marginal utility is the utility of an additional unit. It refers to the utility derived from the last unit of a commodity consumed. Marginal utility എന്ന് പറയുകയാണെങ്കിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? യൂട്ടിലിറ്റി തിയറീസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറിയാണ്, അല്ലെങ്കിൽ കോൺസെപ്റ്റാണ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഇവിടെ മെയിനായിട്ട് പറയുന്നത് യൂട്ടിലിറ്റിക്ക് പുറമെ അഡീഷണൽ ആയിട്ട് യൂട്ടിലിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഒരുപാട് യൂണിറ്റ് നമുക്ക് ചിലപ്പോൾ ഉണ്ടായിരിക്കും. ആ യൂണിറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്ത യൂണിറ്റിന് പകരം അഡീഷണൽ ആയിട്ട് നമുക്കൊരു യൂണിറ്റ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ മാർജിനൽ യൂട്ടിലിറ്റി ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. അത് മാത്രമല്ല, ഈ മാർജിനൽ യൂട്ടിലിറ്റി ഒരു ഗുഡ്സിൻ്റെ ലാസ്റ്റ് യൂണിറ്റിൽ നിന്ന് ലഭിച്ച യൂട്ടിലിറ്റിയാണ് സൂചിപ്പിക്കുന്നത്. ഒരു ഗുഡ്സിൻ്റെ ലാസ്റ്റ് യൂണിറ്റിൽ നിന്ന് ലഭിച്ച യൂട്ടിലിറ്റിയെയാണ് നമ്മൾ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. രണ്ട് ടൈപ്പ് ഉണ്ട്, ടോട്ടൽ യൂട്ടിലിറ്റിയും അതുപോലെ തന്നെ മാർജിനൽ യൂട്ടിലിറ്റി. ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുകയാണെങ്കിൽ ഒരു ഗുഡ്സ് എല്ലാ യൂണിറ്റുകളെയും ഉപയോഗിക്കുന്നതിൽ നിന്ന് ലഭിച്ച യൂണിറ്റുകളുടെ ടോട്ടൽ നമ്പർ അല്ലെങ്കിൽ ടോട്ടൽ എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. നേരെ മറിച്ച് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുകയാണെങ്കിൽ അഡീഷണൽ ആയിട്ട് വരുന്ന യൂണിറ്റുകളുടെ യൂട്ടിലിറ്റിനെയാണ് നമ്മൾ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അത് ഗുഡ്സിൻ്റെ ലാസ്റ്റ് യൂണിറ്റിൽ നിന്ന് ലഭിച്ച യൂട്ടിലിറ്റിനെയും സൂചിപ്പിക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. എസ് എ ആയിട്ടും ചോദിക്കാം, അതുപോലെ തന്നെ ഷോർട്ട് എസ് എ ആയിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എസ് എ ആയിട്ട് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ഷോർട്ട് എസ് എ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ലോ ഓഫ് മാർജിനൽ ഡിമിനിഷിങ് യൂട്ടിലിറ്റി, ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? This law explains human behavior or consumer behavior in relation to the consumptions of a commodity. ഈ ഒരു ലോ മെയിനായിട്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു ഗുഡ്സിൻ്റെ കൺസംഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഹ്യൂമൻ ബിഹേവിയർ അല്ലെങ്കിൽ കൺസ്യൂമറിൻ്റെ ബിഹേവിയർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു തിയറിയാണ് ഈ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. Law of diminishing marginal utility state that a consumer consumes more and more units of a commodity. Each successive unit give the lesser and lesser satisfaction. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു കൺസ്യൂമറിന് ഒരു ഗുഡ്സ് കൂടുതൽ യൂണിറ്റുകൾ അഥവാ മോർ ആൻഡ് മോർ യൂണിറ്റുകൾ ഉപയോഗിക്കുന്നതിനാൽ തുടർച്ചയായിട്ടുള്ള ഓരോ യൂണിറ്റിനും കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള സാറ്റിസ്ഫാക്ഷൻസ് അവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ മാർജിനൽ യൂട്ടിലിറ്റി ലോ അഥവാ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുകയാണെങ്കിൽ ഒരു കൺസ്യൂമർ ഒരു ഗുഡ്സിൻ്റെ കൂടുതൽ യൂണിറ്റുകൾ ഉപയോഗിക്കുന്നതിനാൽ തുടർച്ചയായിട്ട് ഓരോ യൂണിറ്റിനും ആ കൺസ്യൂമറിന് കുറഞ്ഞതായിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ദെൻ ലോ ഓഫ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ദെൻ മറ്റൊരു വിധത്തിൽ പറയുകയാണെങ്കിൽ ഇത് ഇൻ അതർ വേർഡ്സിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ആസ് മോർ ആൻഡ് മോർ യൂണിറ്റ്സ് ഓഫ് എ കമ്മോഡിറ്റി ആർ കൺസ്യൂംഡ് ദ ടോട്ടൽ യൂട്ടിലിറ്റി ഫ്രം ദ കമ്മോഡിറ്റി ഇൻക്രീസസ് അറ്റ് എ ഡിമിനിഷിംഗ് റൈറ്റ് ആൻഡ് മേ ബിക്കം നെഗറ്റീവ്. മറ്റൊരു വിധത്തിൽ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരു വേർഡിൽ പറയുകയാണെങ്കിൽ ഒരു ഗുഡ്സിൻ്റെ കൂടുതൽ യൂണിറ്റുകൾ ഉപയോഗിക്കുന്നതിനാൽ ഗുഡ്സിൽ നിന്നുള്ള ടോട്ടൽ യൂട്ടിലിറ്റീസ് അത് ഡിക്രീസ് ചെയ്യുന്ന റൈറ്റ് കൂടുകയും നെഗറ്റീവ് ആവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരം കേസുകളെയാണ് നമ്മൾ ഈ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി മെയിനായിട്ട് സൂചിപ്പിക്കുന്നത്. ഇനി നെക്സ്റ്റ് അതിൻ്റെ അസംഷൻസ് ആണ്. വാട്ട് ആർ ദ അസംഷൻസ് ഓഫ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി? ഫസ്റ്റ് വൺ, ദ യൂണിറ്റ്സ് ഓഫ് കമ്മോഡിറ്റി ആർ ഐഡൻറ്റിറ്റിക്കൽ ഓർ ഹോമോജീനിയസ്. ഇവിടെ കമ്മോഡിറ്റീൻ്റെ യൂണിറ്റുകൾ ഐഡൻറ്റിറ്റിക്കലോ അല്ലെങ്കിൽ ഹോമോജീനിയസോ ആണ്. ഐഡൻറ്റിറ്റിക്കൽ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഐഡൻറ്റിറ്റിക്കൽ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്താണ്, എന്തെങ്കിലും തരത്തിലുള്ളൊരു ഗുഡ്സ് ആയിരിക്കണം, അല്ലെങ്കിൽ എന്താണ് ഹോമോജീനിയസോ ആയിരിക്കണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് ദ കൺസ്യൂമേഴ്സ് ടേസ്റ്റ് ആൻഡ് ഫാഷൻസ് റിമൈൻ അൺചേഞ്ച്ഡ്. കൺസ്യൂമേഴ്സിൻ്റെ ടേസ്റ്റുകളും ഫാഷനുകളും യാതൊരു തരത്തിലുള്ള ചേഞ്ചസും ഉണ്ടായിരിക്കില്ല. There is no time interval between the consumption of 2 units of a commodity. In other words, the consumption should be continuous.
ഒരു ഗുഡ്സിൻ്റെ 2 യൂണിറ്റ് അഥവാ ഒരു കമ്മോഡിറ്റിൻ്റെ 2 യൂണിറ്റിൻ്റെ കൺസംഷൻ അവ തമ്മിൽ ടൈം ഇൻ്റർവെൽ ഉണ്ടാവില്ല. മറ്റൊരു വിധത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ കൺസംഷൻ കണ്ടിന്യൂസ് ആയിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. The units of a commodity are of normal size, that is neither too small nor too large. ഗുഡ്സിൻ്റെ യൂണിറ്റുകൾ സാധാരണ എന്താണ്, ലാർജ് രീതിയിലാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് വളരെ സ്മാളോ വലുതോ അങ്ങനത്തെ രീതിയിലായിരിക്കില്ല, വളരെ ചെറുതോ ആയിരിക്കില്ല, അതുപോലെ തന്നെ വളരെ ലാർജും ആയിരിക്കില്ല. ഒരു മീഡിയം തരത്തിലായിരിക്കും ആ ഗുഡ്സിൻ്റെ യൂണിറ്റുകൾ സാധാരണയായിട്ട് ഉണ്ടായിരിക്കുക. നെക്സ്റ്റ് പോയിന്റ് പറയുകയാണെങ്കിൽ ദർ ഷുഡ് ബി നോ ചേഞ്ചസ് ഇൻ ദ ഇൻകം ആൻഡ് പ്രൈസ് ഓഫ് ഗുഡ്സ്. ഇവിടെ പറയുന്നത് ഗുഡ്സുകളുടെ ഇൻകത്തിലും പ്രൈസിലും യാതൊരു തരത്തിലുള്ള ചേഞ്ചസും ഉണ്ടായിരിക്കില്ല. ദ ലോ അസ്യൂംസ് യൂട്ടിലിറ്റി മെഷറബിൾ ഇൻ ടേംസ് ഓഫ് മണീസ്. മണീസിൻ്റെ അടിസ്ഥാനത്തിൽ യൂട്ടിലിറ്റി മെഷർ ചെയ്യണമെന്നുള്ള ആ ഒരു ലോ ഇവിടെ എന്താണ്, അസ്യൂം ചെയ്യണമെന്നാണ് പറയുന്നത്, അഥവാ അനുമാനിക്കണം. The taste and preference of the consumers do not changes during the course of consumption. കൺസംഷൻ സമയത്ത് കൺസ്യൂമേഴ്സിൻ്റെ ടേസ്റ്റ് അതുപോലെ തന്നെ പ്രിഫറൻസ് ഇതൊന്നും യാതൊരു തരത്തിലും മാറുകയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും അസംഷൻസ് ആണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റിയിൽ ഉള്ളത്. അപ്പോൾ ഈ അസംഷൻസ് എന്തായാലും പഠിച്ചു വെക്കുക. എന്താണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പഠിച്ചു വെക്കുക. ദെൻ അതിൻ്റെ ഒരു ഗ്രാഫ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരിക്കും, അതും കൂടി നിങ്ങൾ മെൻഷൻ ചെയ്തത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ലിമിറ്റേഷൻ ആൻഡ് എക്സെപ്ഷൻസ് ഓഫ് ദി ലോ. എങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം. വാട്ട് ആർ ദ എക്സെപ്ഷൻസ് ഓഫ് ദ ലോ എന്ന് ചോദിച്ചാലും എഴുതി വയ്ക്കേണ്ടത്. അതുപോലെ തന്നെ വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് ദ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ചോദിച്ചാലും ഇതന്നെ എഴുതി വയ്ക്കേണ്ടത്. അതിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ ദ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി മേ നോട്ട് അപ്ലൈ ടു റയർ കളക്ഷൻ സച്ച് ആസ് സ്റ്റാമ്പ്, കോയിൻസ്, ഓൾഡ് പെയിൻറ്റിങ്സ് എക്സെട്ര. The larger the number a person collects, the greater will be his happiness. ഫസ്റ്റ് ലിമിറ്റേഷൻ ആണ് മാർജിനൽ യൂട്ടിലിറ്റി കുറയുന്നതിനുള്ള ലോ. സ്റ്റാമ്പുകൾ, കോയിൻസുകൾ, അതുപോലെ തന്നെ ഓൾഡ് പെയിൻറ്റിങ്സുകൾ തുടങ്ങിയ ഡോക്യുമെൻസുകൾ അഥവാ തുടങ്ങിയ രീതിയിലുള്ള റയർ കളക്ഷൻസുകൾക്ക് യാതൊരു തരത്തിലുമുള്ള ഈ യൂട്ടിലിറ്റിയുമായിട്ട് യാതൊരു തരത്തിലുള്ള ബാധകവും ബാധിക്കില്ല എന്നാണ് പറയുന്നത്. ഒരു പേഴ്സൺ എത്രത്തോളം കളക്ട് ചെയ്യുന്നുവോ അത്രയും അവൻ്റെ ഡിസയേഴ്സ് അഥവാ അവരുടെ ആ ഒരു ഹാപ്പിനെസ് അവർക്ക് കൂട്ടാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് പറയുകയാണെങ്കിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, മാർജിനൽ യൂട്ടിലിറ്റി കുറയ്ക്കുന്നതിനുള്ള ആ ഒരു ലോ സ്റ്റാമ്പുകൾ, അതുപോലെ തന്നെ കോയിൻസുകൾ, അതുപോലെ തന്നെ ഓൾഡ് പെയിൻറ്റ്സുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ പറയുന്ന റയർ കളക്ഷൻസുകൾക്ക് യാതൊരു തരത്തിലുള്ള ബാധകവും ഉണ്ടായിരിക്കില്ല. പിന്നെ എന്താ പറയുന്നത്, ഒരു പേഴ്സൺ എത്രത്തോളം കളക്ട് ചെയ്യുന്നുവോ അത്രത്തോളം അയാൾക്ക് എന്താണ് ഹാപ്പിനെസ് ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. രണ്ടാമത്തേത് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ഡസ് നോട്ട് ഹോൾഡ് ഗുഡ്സ് ഇൻ ദ കൺസംഷൻ ഓഫ് ലിക്വർ ദ മോർ എ പേഴ്സൺ ഡ്രിങ്ക്സ് ഹി ലൈക്സ്. നെക്സ്റ്റ് ഒരു എക്സെപ്ഷൻസ് കേസ് പറയുകയാണെങ്കിൽ എന്താണ് പറയുന്നത്, മാർജിനൽ യൂട്ടിലിറ്റി കുറയ്ക്കുന്നതിനുള്ള ആ ഒരു നിയമം ഒരു കൺസംഷൻസിൻ്റെ യാതൊരു തരത്തിലുള്ള കൺസംഷൻ്റെ കൺസംഷൻസിൻ്റെ ഗുഡ്സിന് അതെന്താണ് ഹോൾഡ് ചെയ്യുന്നില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ എന്താണ്, ഒരു പേഴ്സണ് കൂടുതലായിട്ട് ഡ്രിങ്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡ്രിങ്കിങ് ഹാബിറ്റ്സ് ഉണ്ടാകുമ്പോൾ കൂടുതലും അയാൾക്ക് എന്താണ് ആ ഒരു ഡ്രിങ്കിങ് ഹാബിറ്റ്സ് ഇഷ്ടമായിരിക്കും. അത് കാരണം കൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു നിയമം അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അഥവാ ഈ മാർജിനൽ യൂട്ടിലിറ്റി കുറയ്ക്കുന്നതിനുള്ള നിയമമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതെന്താണ്, ഇയാൾക്ക് ഈ ഒരു കൺസ്യൂമേഴ്സിന് അയാൾക്ക് എന്താണ് ഡ്രിങ്കിങ് ഹാബിറ്റ്സ്, ആ ഡ്രിങ്കിങ് ഹാബിറ്റ്സിൻ്റെ കൺസംഷൻസ് യാതൊരു തരത്തിലുള്ള നല്ല രീതിയിൽ അവിടെ മെൻഷൻ ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. കാരണം എന്താ വെച്ചാൽ ഒരു ഡ്രിങ്കിങ് ഹാബിറ്റ്സ് ആയുള്ള ഒരു വ്യക്തി എന്താണ് ആ മാർജിനൽ യൂട്ടിലിറ്റി കുറയ്ക്കാനുള്ള ആ ഒരു ലോയുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ എന്താണ് അവർക്ക് അത് കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, ഒരു വ്യക്തി അയാൾക്ക് കൂടുതലായിട്ട് അവർ ഡ്രിങ്ക് ചെയ്യുമ്പോൾ അതായിരിക്കും ചിലപ്പോൾ അയാൾക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുക.
ബട്ട് എന്താണ് അത്തരമുള്ളൊരു ഹാബിറ്റ്സ് ഉണ്ടാകുമ്പോൾ അവിടെ അതിനനുസരിച്ചുള്ള ഒരു ഗുഡ്സുകളുടെ അല്ലെങ്കിൽ ഈ മാർജിനൽ യൂട്ടിലിറ്റി കുറയ്ക്കുന്നതിനുള്ള ആ ഒരു നിയമം അവിടെ എന്താണ് നമുക്ക് സാധിക്കില്ല, എൻ്റർ ചെയ്യാൻ സാധിക്കില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ ദിസ് ലോ ഡസ് നോട്ട് അപ്ലൈ ടു എ മിസർ. ദ മിസർ ഹാസ് ഇമ്മൻസ് ലവ് ഫോർ മണി. എ മിസർ gets more and more satisfaction from getting more and more money. ഇവിടെ എന്താ ഉദ്ദേശിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു മിസ്സറിൻ്റെ കേസാണ് ഇവിടെ പറയുന്നത്. അഥവാ ഈ ഒരു നിയമം ഒരു മിസ്സറിന് യാതൊരു തരത്തിലുള്ള ബാധകവുമല്ല എന്നാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ്സറിന് എമൗണ്ടിനോടുള്ള ആ ഒരു അതിയായ ആഗ്രഹം ഉണ്ടായിരിക്കും. ഏതൊരു മിസ്സറാണെങ്കിലും ഏതൊരു കൺസ്യൂമർ ആണെങ്കിലും അവർക്ക് എന്താണ് എമൗണ്ടിനോടുള്ള അതിയായ ആഗ്രഹം ഉണ്ടായിരിക്കും. ആ ഒരു സ്നേഹം ഉള്ളത് കൊണ്ട് തന്നെ ഒരു മിസ്സറിന് കൂടുതലായിട്ടുള്ള എമൗണ്ട് ലഭിക്കുന്നതിൽ നിന്ന് കൂടുതലായിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻസും അവിടുന്ന് ലഭിക്കുന്നു. അപ്പോൾ അത്തരം കേസുകളിലുള്ള ആളുകൾക്ക് എന്താണ് ഈ ഒരു നിയമത്തിൽ യാതൊരു തരത്തിലും ബാധിക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ബാധകമാവാൻ സാധിക്കില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ദ ലോ കനോട്ട് അപ്ലൈ ടു മണി. ദ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി നെവർ ഫെയിൽ ടു 0. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോന് അഥവാ ഈ ഒരു നിയമത്തിന് എമൗണ്ട് യാതൊരു തരത്തിലുള്ള ബാധകവും ഉണ്ടായിരിക്കില്ല. കനോട്ട് അപ്ലൈ ദ മണി യാതൊരു തരത്തിലുള്ള ബാധ്യതയും ഉണ്ടായിരിക്കില്ല. ഇവിടെ എന്താണ് എമൗണ്ടിൻ്റെ മാർജിനൽ യൂട്ടിലിറ്റി അതൊരിക്കലും എന്താണ് 0 ആയിട്ട് വരികയുമില്ല. നെക്സ്റ്റ്, ദ ലോ ഫെയിൽസ് വെൻ ദർ ഈസ് എ ലാർജ് നമ്പർ ഓഫ് കൺസ്യൂമേഴ്സ് ടു കൺസ്യൂം എ കമ്മോഡിറ്റി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്മോഡിറ്റി അതിൻ്റെ കൺസംഷൻ അഥവാ ഒരു കമ്മോഡിറ്റിയുടെ കൺസ്യൂംസ് ചെയ്യാൻ വേണ്ടിയിട്ട് ധാരാളം കൺസ്യൂമേഴ്സ് ഉള്ളപ്പോൾ ഈ ഒരു ലോ നമുക്ക് പരാജയപ്പെടുത്തുന്നുണ്ട്, അഥവാ ഫെയിൽസ് വരുത്തുന്നുണ്ടെന്നാണ് പറയുന്നത്. അഥവാ ഒരു ഗുഡ്സ് അല്ലെങ്കിൽ ഒരു കമ്മോഡിറ്റീൻ്റെ ആ ഒരു ഉപഭോഗം ചെയ്യാൻ അഥവാ ആ ഒരു കൺസ്യൂം ചെയ്യാൻ ധാരാളം കൺസ്യൂമേഴ്സ് ഉള്ളപ്പോൾ അത്തരം കേസുകളിൽ ഈ ഒരു പറയുന്ന നിയമം അഥവാ ഈ ഒരു ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്നത് നമുക്ക് പരാജയം ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, വെൻ എ കൺസ്യൂമേഴ്സ് കൺസ്യൂംസ് എ കമ്മോഡിറ്റി ഫോർ ദ ഫസ്റ്റ് ടൈം ദെൻ ഹി മേ ഗെറ്റ് ഇൻക്രീസിങ് മാർജിനൽ യൂട്ടിലിറ്റി ഫോർ സം ടൈം. ഒരു കൺസ്യൂമർ ആദ്യമായിട്ട് ഒരു ഗുഡ്സ് ഉപയോഗിക്കുമ്പോൾ അയാൾക്ക് എന്താണ് കുറച്ച് സമയത്തേക്ക് മാർജിനൽ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്തേക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരം ലിമിറ്റേഷൻസുകളാണ്, ഇത്തരം എക്സെപ്ഷൻസ് കേസുകളാണ് നമ്മുടെ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി നമ്മൾ പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് പ്രാക്ടിക്കൽ ഇമ്പോർട്ടൻസ് ഓഫ് ദ ലോ. എന്തൊക്കെ ഇമ്പോർട്ടൻസുകളാണ് നമ്മുടെ പ്രാക്ടിക്കലായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ ഇമ്പോർട്ടൻസ് ആണ് ഈ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റിയിൽ അപ്ലൈ ചെയ്യേണ്ടത്. ഒന്നാമത്തെ, ഹെൽപ്ഫുൾ ഇൻ ടാക്സേഷൻ വളരെ നല്ല രീതിയിൽ നമ്മുടെ ഈ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അഥവാ ടാക്സ് ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ. പിന്നെ പറയുന്നത് ബേസിസ് ഓഫ് ദ പോളിസി ഓഫ് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്. ഇവിടെ വെൽത്ത് അല്ലെങ്കിൽ സമ്പത്തിൻ്റെ ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ആ ഒരു നിയമം അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ ഹെൽപ്ഫുൾ ഇൻ റെഗുലേറ്റിംഗ് ഡെയിലി എക്സ്പെൻഡിച്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി എക്സ്പെൻഡിച്ചേഴ്സുകൾ അഥവാ നമ്മുടെ ദൈനംദിന ചെലവുകൾ കൺട്രോൾ ചെയ്യുന്നതിന് അഥവാ റെഗുലേറ്റ് ചെയ്യുന്നതിന് നമ്മളെ സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ്, ഡിറ്റർമിനേഷൻ ഓഫ് മാർക്കറ്റ് പ്രൈസ് ഇവിടെ എന്താണ് ഡിറ്റർമൈൻ ചെയ്യണം അഥവാ നിർണ്ണയിക്കണം എന്നാണ് പറയുന്നത്. ഹെൽപ്ഫുൾ ടു ദ മോണോപോളിസ്റ്റിക് എന്ന് പറയുന്നത് കുത്തക അല്ലേ. മൊണോപോളിസ്റ്റിക് കോമ്പറ്റീഷനൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. മാർക്കറ്റിൽ വരുന്ന ഡിഫറെൻറ്റ് മാർക്കറ്റ് സ്ട്രക്ചറിൽ വരുന്ന മൊണോപോളിസ്റ്റിക് കോമ്പറ്റീഷനൊക്കെ എന്താണ് നമ്മൾ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ബേസിസ് ഓഫ് എക്കണോമിക് ലോ, സാമ്പത്തികമായിട്ടുള്ള നിയമം അതിനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും ഈ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇത്രയും പ്രാക്ടിക്കൽ ഇമ്പോർട്ടൻസ് ആണ് നമ്മുടെ ഈ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റിയിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു ടോപ്പിക്കാണിത്. അപ്പോൾ നന്നായിട്ട് പഠിച്ച് വെക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്. അടുത്ത ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ്.